നമ്മുടെയൊക്കെ ഓർമ്മയിലുള്ള കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച KPCC പ്രസിഡന്റ് മുരളീധരനാണ്. മുരളീധരനെ 2011 വേണമെങ്കിൽ ക്യാബിനറ്റിൽ ഇടായിരുന്നു. പക്ഷേ ഒരു പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ കുറച്ചു കാലം പാർട്ടിയിൽ നിന്നൊക്കെ വിടുകയും അലുമിനിയം പട്ടയിൽ നിന്നും മദാമ എന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മാറ്റി നിർത്തിയായിരിക്കും. പക്ഷെ പിന്നീട് വരുന്നൊരു മുരളീധരൻ വളരെ പക്വതയോട് കൂടിയിട്ടുമാണ് ധീരമായ നിലപാടെടുക്കുന്നുണ്ട്. ഇപ്പോൾ VD സതീശൻ എടുക്കുന്ന പോലെ തന്നെ MLA പണി മതിലിയാടാൻ പോകലെല്ലാം പരസ്യമായിട്ട് മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞു. അങ്ങനെ പ്രതികരിച്ച ആരാവുള്ളേ? അത്രയും ഇപ്പോൾ ഏറ്റവും ഷാർപ്പായിട്ട് നമ്മളൊക്കെ പറഞ്ഞതുപോലെയുള്ള ഒരു അറ്റാക്കിംഗ് മൂഡിൽ നിന്നിട്ട് സംസാരിച്ചിട്ടുണ്ട്. മുരളീധരനെ പാലക്കാട് നിർത്തിയാൽ UDF ആ സീറ്റ് നിലനിർത്താൻ പറ്റും എന്നുള്ളത് അവർ തിരിച്ചറിയണം. കാരണം അപ്പുറത്ത് സരിൻ തന്നെയായിരിക്കും ഇതുവരെയുള്ള അസ് ഓഫ് നൗ എനിക്ക് പറയാൻ പറ്റും. സരിൻ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥി. പിന്നെ പ്രശാന്ത് ശിവനായിരിക്കും BJPയുടെ സ്ഥാനാർത്ഥി അവിടെ. അപ്പം അങ്ങനെ വരുമ്പോൾ മുരളീധരൻ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശാന്ത് ശിവന് ജയിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. സരിനും ജയിക്കാൻ പോകുന്നില്ല. മുരളീധരന് ഈ മുസ്ലിം വോട്ടുകളെല്ലാം കിട്ടും. അങ്ങനെ വരുമ്പം ആ മണ്ഡലത്തിൻ്റെ ഒരു ഡെമോഗ്രഫി വെച്ചിട്ട് മുരളീധരന് ജയിച്ചു വരാൻ പറ്റും.